ഭാഗ്യലക്ഷ്മിയാണോ കോടതി? സ്ട്രേറ്റ് ചോദ്യമാണോ? ഭാഗ്യലക്ഷ്മിയാണോ കോടതി? അതെ, ഭാഗ്യലക്ഷ്മിയാണോ കോടതി? അവരെന്താണ് ഈ കാണിക്കുന്നത്? സ്വയം അങ്ങനെ വിചാരിക്കുന്നവരുണ്ട് ഇഷ്ടം പോലെ. ഇവരെ വിചാരം എന്താണ്? ഇവരാണ് ഏറ്റവും പരമാധികാരിയായിട്ടുള്ള നീതിപീഠം എന്നൊക്കെയാണ്. ഫിസിക്കലായിട്ട് ഇവരെ ശിക്ഷിക്കാൻ ഉള്ള തൻ്റെ ഇടം കാണിച്ചിട്ടുള്ള സ്ത്രീയാണ്. അതുണ്ട്, അങ്ങനെയുണ്ട് കഥ. ദിലീപിനെ ചിന്തകണ്ട് ചിലപ്പോൾ ഒരു അഴി കൊടുക്കുമായിരിക്കും അവർ എന്നാണ് അവർ പറയുന്നത്. അതിനെ പ്രോത്സാഹിപ്പിക്കാനും സപ്പോർട്ട് ചെയ്യാനും ആൾക്കാരുമുണ്ട്. ഇവർ ദിലീപിനെ ശിക്ഷിക്കുകയും ബാക്കി പ്രതികളൊക്കെ വെറുതെ വിട്ടാൽ ഇവരാരും മുണ്ടിയില്ലായിരുന്നു. പൾസർ സുനിയെ ഇവർ പൊന്നാടയിട്ട് സ്വീകരിച്ചേനെ അല്ലേ? എൻ്റെ ചെറിയ കമ്പാരിസൺ, കുഞ്ഞുമോഹമ്മ എന്ന് പറഞ്ഞൊരു സംവിധായകനെ ഇന്നലെ പരാതി വന്നിട്ടുണ്ട്, ഇതുപോലെ പരാതി വന്നിട്ടുണ്ട്. ഭാഗ്യലക്ഷ്മി ആ സംഭവം അറിഞ്ഞിട്ടേ ഇല്ല. ആ സമയത്ത് ദിലീപായിരുന്നെങ്കിലോ, അതെ, ദിലീപോ രാഹുൽ മാങ്കോട്ടോ അങ്ങനെയുള്ളവരായിരുന്നെങ്കിൽ ഇത് ഭയങ്കര സംഭവമായിട്ട് ഭാഗ്യലക്ഷ്മി അവതരിപ്പിച്ചേനെ. എൻ്റെ കുഞ്ഞുമോഹമ്മൻ്റെ കാര്യം അങ്ങനെ ഒരു ചർച്ചയിലേക്ക് വരാത്ത ഈ സാംസ്കാരിക നായന്മാർ. അല്ല, ഞാൻ ഇന്നലെ പറഞ്ഞത് തന്നെ വീണ്ടും ആവർത്തിക്കേണ്ടി വരികയാണ്. ഇവർക്ക് ദിലീപിനെ അങ്ങ് തൂക്കിക്കൊല്ലണം. ദിലീപിനെ തൂക്കിക്കൊന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരെല്ലാവരും സമാധാനത്തോടു കൂടിയിട്ട് നീതി കിട്ടി, അതിജീവിത രക്ഷപ്പെട്ടു എന്ന് പറയുമായിരിക്കും. കേരളത്തിന്റെ സദാചാര സൗകര്യമില്ല, ദിലീപിനെ തൂക്കിക്കൊല്ലാൻ സൗകര്യമില്ല. രാജിവെക്കുന്നുണ്ടെങ്കിൽ വെച്ചോ എന്നാണ് പൊതുസമൂഹം ഇപ്പം പറയുന്നത്. ഫെഫ്കെന്ന് അവർ രാജിവെച്ചിരിക്കുകയാണ്. കാരണം എന്താണ്? ഇവിടെ കുറ്റക്കാരനല്ല എന്ന് കോടതി തീരുമാനിച്ചു കഴിഞ്ഞു. കോടതിയുടെ തീരുമാനം മതി, കോടതിയുടെ കണ്ടെത്തൽ മതി. അല്ലാണ്ട് ഭാഗ്യലക്ഷ്മിന്റെ കണ്ടെത്തലോ തീരുമാനങ്ങളോ ഒന്നും ഇവിടെ ഒരുത്തനും ആവശ്യമില്ല. അതുകൊണ്ട് ഫെഫ്കയിലേക്ക് തിരിച്ചെടുക്കാനായിട്ട് ആരും നിർബന്ധിക്കുന്നില്ല. അല്ല, ഫെഫ്കയിലേക്ക് തിരിച്ചെടുക്കാൻ, ദിലീപിനെ തിരിച്ചെടുക്കാൻ തീരുമാനിച്ചു. അതിൽ പ്രതിഷേധിച്ചാണ് ഭാഗ്യലക്ഷ്മി രാജിവെച്ചിരിക്കുന്നത്. ഭാഗ്യലക്ഷ്മിയാണോ കോടതി? ഭാഗ്യലക്ഷ്മി അങ്ങനെ സ്വയം വിചാരിക്കണം, പിന്നെ ആർക്ക് എന്ത് തടയാൻ പറ്റും? ഭാഗ്യലക്ഷ്മിയാണ് കോടതി. ഭാഗ്യലക്ഷ്മിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് രാജിവെക്കാനുള്ള സ്വാതന്ത്ര്യമില്ലേ? അവർക്ക് രാജിവെക്കാനുള്ള സ്വാതന്ത്ര്യമില്ലേ? അവർക്ക് രാജിവെക്കാനുള്ള സ്വാതന്ത്ര്യം. അതിനെ നിങ്ങൾ ചോദ്യം ചെയ്യരുത്. അവർ രാജിവെച്ച് അവരുടെ പ്രതിഷേധം എന്തെന്നായി കാണിക്കുന്നതെന്നുള്ളതാണ്. അവർ കാണിക്കുന്ന അവരുടെ നമുക്ക് അറ്റ്ലീസ്റ്റ് നമ്മുടെ നാട്ടിലെ കോടതിക്കെങ്കിലും ഒരു ബഹുമാനം കൊടുക്കണ്ടേ? അത് കൊടുക്കുന്ന എപ്പോഴാണെന്നറിയോ? ദിലീപിനെ ശിക്ഷിക്കുകയും പൾസർ സുനിയെ വെറുതെ വിടുകയും ചെയ്തിരുന്നെങ്കിൽ ഭാഗ്യലക്ഷ്മി വളരെ ഹാപ്പി ആയിരുന്നേനെ. ഇവരുടെയൊക്കെ ആഗ്രഹം പൾസർ സുനിക്ക് വേറെ കാര്യങ്ങൾ പറയാൻ ഒത്തിരി ഉണ്ടെന്നേ. പൾസർ സുനി വേറെ ദേഷ്യത്തിൽ മറ്റു പലരും വിളിച്ചു പറയും. ഭാഗ്യലക്ഷ്മിക്കൊക്കെ കേൾക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് ചിലപ്പോൾ. പറഞ്ഞ കാര്യം മനസ്സിലായില്ലേ? പൾസർ സുനി പീഡിപ്പിക്കപ്പെടാൻ ഇപ്പം ജയിലിൽ കിടക്കുക, അവൻ കിടക്കുക, അവനും അവൻ്റെ കൂട്ടാളികളും കിടക്കുക. അവനതിന് പറഞ്ഞു വിട്ടവർ സുഖമായിട്ട് പുറത്തുകൂടെ നടക്കുമ്പോൾ ഇവൻ മാത്രം അകത്ത് കിടക്കുമ്പോൾ ഇവൻ വേറെ ഒത്തിരി കാര്യങ്ങൾ പറയും. അത് ചിലപ്പോൾ ഭാഗ്യലക്ഷ്മി ഇപ്പോഴുള്ളവരെ പൊള്ളിക്കുന്നതാണെങ്കിൽ എന്ത് ചെയ്യും? അതുകൊണ്ടാണ് അവരിപ്പോൾ പ്രൊവോക്കേറ്റീവായത്. ദിലീപിനെ വെറുതെ വിട്ടു. രാവിലെ കഴിഞ്ഞൊരു 8-9 വർഷമായിട്ട് രാവിലെയും വൈകുന്നേരവും കുളിച്ച് വന്ന് ചന്ദനം തൊട്ടിട്ട് പ്രാർത്ഥിച്ചിരുന്ന കാര്യമാണ് ദിലീപിനെ ശിക്ഷിക്കണേ. ദൈവങ്ങളൊന്നും കഴിഞ്ഞില്ല, കോടതിയും കഴിഞ്ഞില്ല എന്ന് വേറൊരു സ്ത്രീ പറഞ്ഞിട്ട് മുകളിലിരിക്കുന്നവർ കാണുമെന്ന്. ഇത് മുകളിലിരിക്കുന്നവരെല്ലാം കണ്ടുകൊണ്ടിരിക്കുക, ഓരോ കാര്യങ്ങളും. കുഞ്ഞുമോഹമ്മദിൻ്റെ കാര്യം കണ്ടുകൊണ്ടിരിക്കുക അല്ലേ? ആർക്കും ഒരു ബഹളവും ഇല്ല. അതെപ്പോഴാണ്? മുറിയിൽ ചെന്ന് ഇൻ്റർനാഷണൽ ഫെസ്റ്റിവൽ നടത്തുന്ന സമയത്ത് മുറിയിൽ ചെന്ന സ്ത്രീയാണ് പിടിപ്പിച്ചത്, ഒരു സിനിമാ പ്രവർത്തകൻ. എന്താ ഉത്തരവില്ലാത്ത? അത് ശരിയാണോ അറിയത്തില്ല. കുഞ്ഞുമാമ കുറ്റവാളി നമ്മളിപ്പോഴും പറയില്ല. ഇവരാണ് എന്ത് പറഞ്ഞാൽ ഞാൻ ആ സ്ഥാനത്തേക്ക് ഞാൻ പുട്ട് ദിലീപിനെ മാത്രം ഇട്ട് നോക്കിയാൽ മതി ഇവരെന്ത് പറയുമായിരുന്നു, കുഞ്ഞുമാമനെ മാറ്റിയിട്ട്. പിന്നെ ഇതിലൊക്കെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞ് ഭാഗ്യലക്ഷ്മി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നടപടി വേണ്ടെന്ന് വെച്ചതിനെ പറ്റി ഇവരുടെ വായിൽ ഒരു വാക്ക് വന്നിട്ടുണ്ടോ? ഇവരാരാ ഇവർക്ക് എന്ത് ധാർമ്മിക ബോധമുള്ള പറയാനുള്ളത്? ഇവരുടെ ഫീൽഡിൽ തന്നെ കിടക്കുന്ന നൂറുകണക്കിന് പേരുടെ ഒറ്റ വാക്ക് ഇവർ പറഞ്ഞായിട്ട് പറയാമോ? എന്നിട്ട് പറ ഭാഗ്യലക്ഷ്മി ആരാണ്? ഇവർക്ക് പറയാൻ പറ്റിയിരുന്നെങ്കിൽ ഹേമ കമ്മിറ്റി. ഈ WCC എന്നൊക്കെ പറയുന്നത് ഒരു കോക്കസിന്റെ പിടിയിലാണ്. ഈ കോക്കസിലുള്ള ഏതെങ്കിലും ഒരുത്തനെതിരെ ഏതെങ്കിലും ഒരു പെണ്ണ് വന്നിട്ട് പീഡന പരാതി കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ WCCയിലുള്ള പല അംഗങ്ങളും മൗനം വിദ്വാന ഭൂഷണം എന്ന് പറയുന്ന നിലപാട് സ്വീകരിക്കും. അത് തന്നെ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അത് തന്നെയാണ് സെലക്റ്റീവായിട്ട് ദിലീപിനെ എല്ലാവരും കൂടെ ചേർന്ന് എതിർക്കുന്ന ഒരു സാഹചര്യം നരേറ്റീവ് ഉണ്ടാക്കി. മീഡിയയും എല്ലാം കൂടെ ചേർന്ന്, മീഡിയ, പോലീസ്, പൊളിറ്റീഷ്യൻ, സന്ധ്യ ഉൾപ്പെടെയുള്ളവർ. ദിലീപ് തെറ്റായിരിക്കും ചെയ്തിരിക്കുന്നത്. ദിലീപ് ആയിരിക്കും ഇവരെ പറഞ്ഞു വിട്ടിരിക്കുന്നത്, അതും ശരിയായിരിക്കും. പക്ഷേ അത് ദിലീപ് പറഞ്ഞു വിടാനും ദിലീപിനെ അതിലേക്ക് കൊണ്ടുവരാനും ഉണ്ടാക്കിയ സാഹചര്യം ഒരുക്കി കൊടുത്തത് പോലീസാണ്. ദിലീപിനെ എന്തെല്ലാം സൗകര്യങ്ങൾ പൾസർ സുനിക്ക് ചെയ്തു കൊടുത്തു. ഈയിടെ ആൻറ്റി സെൻറ്ററിനെ കുറിച്ച് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? പൾസർ സുനിയുടെ 1-2 കേസുകളുടെ പെണ്ണുങ്ങളെ, സ്ത്രീ നടികളെ ഇങ്ങനെ താമസിച്ച് കൊണ്ടുവന്ന കേസ് നമ്മൾ കേട്ടിട്ടുണ്ട്. അതുകൂടാതെ മറ്റ് ഇയാളുടെ പ്രവൃത്തി എന്താണ്? ലാഭമാണ് ഉദ്ദേശിക്കുന്നെങ്കിൽ
ബെനിഫിഷ്യറി തിയേറ്റേഴ്സ് ലാഭം ഉദ്ദേശിച്ചാണ് പൾസസോണിക്ക് ലാഭം ഉണ്ടാക്കുക ഇതിൻ്റെ അകത്ത് ഈ ബിസിനസ്സിൽ നിന്ന്. ഏറ്റവും കൂടുതൽ പൊയ്ക്കൊണ്ടിരുന്നതാണ് നഗ്നചിത്രങ്ങൾ വിറ്റ് അല്ലെ ആൽബങ്ങൾ വിറ്റ് കാശാക്കിക്കൊണ്ടിരുന്ന ഒരു കാലം. ഓൾറെഡി എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, അതിജീവിതയ്ക്കും ദിലീപിനും ഇടയിൽ എന്താ ഒരു പ്രശ്നമുണ്ട്. അവർക്കിടയിൽ രണ്ടുപേർക്കിടയിൽ ഒരു വൈരാഗ്യം ഉണ്ട് എന്നുള്ളത്. അതുകൊണ്ട് ദിലീപാണ് ഇത് ചെയ്തത് എന്ന് പറയാനുള്ള യാതൊരു തെളിവും കോടതിക്ക് മുമ്പാകെ സമർപ്പിക്കാനായിട്ട് തെളിയിക്കാനായിട്ട് പ്രോസിക്യൂഷന് സാധിച്ചു. അത് മാത്രമേ നമുക്ക് ചർച്ച ചെയ്യേണ്ട വിഷയമുള്ളൂ. ഇവിടെ യഥാർത്ഥത്തിൽ ലൂപ്പ് ഹോളാക്കി എടുത്തിരിക്കുന്നത് ഈ വൈരാഗ്യം ഉണ്ടല്ലോ. അപ്പോൾ എനിക്ക് താങ്കളടുത്തൊരു വൈരാഗ്യമുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഞാൻ തന്നെ ആയിരിക്കണം താങ്കൾക്ക് കൊട്ടേഷൻ തന്ന് എന്തെങ്കിലും ചെയ്യേണ്ടത് എന്നില്ലല്ലോ. അല്ല, ഇത് ഈ കൊട്ടേഷൻ നടപ്പാക്കാൻ ഇവിടെ യഥാർത്ഥത്തിൽ ദിലീപിന് ഇതിൽ ഫ്രെയിം ചെയ്യാൻ വളരെ എളുപ്പമാണ്. കാരണം എന്ന് പറയുന്നത് ഈ വൈരാഗ്യമാണ്. ഈ വൈരാഗ്യം ദിലീപിന് ഉണ്ടല്ലോ ഭാവനയോട്. അതുകൊണ്ട് പല രീതിയിൽ അദ്ദേഹത്തെ ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അതാണ് യഥാർത്ഥത്തിൽ ഇവിടെ എടുത്തുപയോഗിച്ചിരിക്കുന്നത് പൾസർ സുനിയും മറ്റ് സംഘങ്ങളുമൊക്കെ. ഇന്ന് ഒരു വാർത്ത കണ്ടു കഴിഞ്ഞപ്പോൾ യൂട്യൂബിലാണ്, അത് നേരത്തെ പത്രങ്ങളിൽ വന്നിട്ട് ഒരു വാർത്ത കണ്ടപ്പോൾ മഞ്ജു വാര്യർക്ക് ദിലീപിനോട് പക തോന്നാനുള്ള കാരണങ്ങൾ ഇന്നലെ കഴിഞ്ഞ ചർച്ചകളിൽ നമ്മൾ പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായിട്ട് വേറെയും കാര്യങ്ങൾ സാമ്പത്തികം നമ്മൾ പറഞ്ഞു, അങ്ങനെ തോന്നേണ്ട. പക്ഷേ മഞ്ജു വാര്യരുടെ പേരിൽ ദിലീപ് സേവ് ചെയ്തിരുന്ന 80 കോടിയുടെ ഇത് ഡിവോഴ്സിന് മുമ്പ് തിരിച്ചു കൊടുത്തെന്നാണ് പറഞ്ഞു. അതൊരു പക്ഷേ 80 കോടി രൂപ ഇന്നത്തെ കാലത്ത് ശബരിമല ഭണ്ഡാരത്തിൽ അയ്യപ്പൻ പോലും തിരിച്ചു തരികയില്ല, കട്ടെടുക്കണം. അപ്പോൾ ഇത് ഈ 80 കോടി രൂപ മഞ്ജു വാര്യർ തിരിച്ചു കൊടുത്തു എന്നുള്ള സത്യമായിരിക്കും. പക്ഷേ സന്തോഷത്തോടെ സ്വമനസാലെയാണോ കൊടുത്തിരിക്കുന്നത്. അതിനൊരു പ്രഷറും ആ വൈരാഗ്യം കാണില്ല. എൻ്റെ പേരിലുണ്ടായിരുന്ന 80 കോടി രൂപ മാറ്റി. എൻ്റെ പേരിലല്ല, എൻ്റെ പേരിൽ അവൻ സമ്പാദിച്ച, എന്നാൽ പോലും അവനെ വിട്ടുതരുമെന്ന് വിചാരിച്ചിരുന്നു. കാരണം അവർ വളരെ ഇതായിട്ട് ദിലീപിൻ്റെ വീട്ടിൽ നിന്ന് കാറ് പോലും കൊടുത്തു വിട്ടില്ല, നടന്നു പോയി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവർ സ്വത്തിനെ കുറിച്ച് കുറച്ചൊക്കെ കൺസേൺഡാണ്. ആ കാറ് യാത്ര ചെയ്യാൻ വേണ്ടിയാണെങ്കിൽ പോലും ഈ സ്വത്ത് തിരിച്ചു കൊടുക്കേണ്ടി വന്നുണ്ടാവുന്നത്. സ്വമനസാല കൊടുത്തായിരിക്കാം. പക്ഷേ നമുക്ക് വേണേൽ പറയാം സ്വമനസാല കൊടുത്തതല്ല, കമ്പൽഷന് വഴങ്ങി ദിലീപ് ഭയപ്പെടുത്തുന്നുണ്ടോ പേടിപ്പിക്കുന്നുണ്ടോ കൊടുത്തതാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ 80 കോടി തിരിച്ചു കൊടുത്തുള്ളൊരു വസ്തുതയുണ്ട്. ഒരു ഫിനാൻഷ്യൽ ഡിസ്പ്യൂട്ടിനൊരു ചാൻസ് അവിടെയുണ്ട്. അങ്ങനെയും മഞ്ജു വാര്യർക്ക് വിരോധം ഉണ്ടാകത്തില്ലേ? തീർച്ചയായിട്ടും. മഞ്ജു വാര്യരോ അപ്പോൾ അതിനെപ്പറ്റി അതിൻ്റെ ബാക്കി ഇൻസൈഡ് സ്റ്റോറി മുഴുവൻ ഇവർക്ക് അറിയാമല്ലോ. ദിലീപിൻ്റെ ഇൻസൈഡ് സ്റ്റോറി അറിയാമല്ലോ, ഉറപ്പായിട്ട് അറിയത്തില്ലേ? ഈ സിനിമാ രംഗത്ത് നടക്കുന്ന സദാചാര വിരുദ്ധ പ്രവർത്തികൾ നമ്മൾ പറയുന്നതും അവർക്കത് നോർമൽ പ്രവൃത്തിയാണെന്ന് തോന്നുന്നതുമായ കാര്യങ്ങൾ ഈ ഒരു സംഭവം മാത്രമേ അതിജീവിതയ്ക്ക് പറയാനുണ്ടായിരുന്നുള്ളൂ. വേറെ എത്രയോ കേസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയണമായിരുന്നു. അതിൻ്റെ ഒന്നും പേര് വൈരാഗ്യം സംഘർഷം ഉണ്ടായില്ലല്ലോ. അതിൻ്റെ അർത്ഥം ദിലീപിനെ ഈ പിക്ചറിൽ ഈ നരേറ്റീവിൽ കൊടുക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒന്നിലധികം ആൾക്കാരുണ്ടാവും എന്നാൽ എൻ്റെ മനസ്സിലായി. ഭാഗ്യലക്ഷ്മി എന്ത് ചെയ്യണം? ഭാഗ്യലക്ഷ്മി ഒന്നും ചെയ്യേണ്ട. ഭാഗ്യലക്ഷ്മി പോയി ഒരു അടി കൊടുത്തൊരു പാർട്ടിയുണ്ട്. ഭാഗ്യലക്ഷ്മിയുടെ ഫെഫ്കയിൽ നിന്ന് പോയി ഇനി അമ്മയെന്ന് പോകണം. അല്ലെങ്കിൽ ഒരു സിനിമാ സംഘടനയിലും പ്രവർത്തിക്കില്ല എന്നാണ് ഭാഗ്യലക്ഷ്മി. ഞാൻ പറഞ്ഞ സിനിമാ രംഗത്തെ ഉണ്ണിത്താൻ വേണേൽ പറയാം ഭാഗ്യലക്ഷ്മിയെ കുറിച്ച്. ഉദാഹരണം പറഞ്ഞാൽ വായിക്കില്ല, നാക്കനില്ല, വാ പോയ കോടാലി എന്ന് പറഞ്ഞാൽ അവർക്ക് മാത്രമേ ഈ ധാർമ്മിക രോഷമുള്ളൂ. ഭാഗ്യലക്ഷ്മി മാത്രം പറഞ്ഞാൽ 100 കണക്കിന് സിനിമാ വനിതാ പ്രവർത്തകരുണ്ടാണോ? അല്ല, തട്ടിപ്പൊന്നും ആയിരിക്കില്ല. 100 കണക്കിന് വനിതാ സിനിമാ പ്രവർത്തകരുണ്ട്. അവർക്ക് ആർക്കും തോന്നാത്ത ധാർമ്മിക രോഷം ഇവർക്ക് മാത്രം തോന്നി. മുൻവൈരാഗ്യം ഉണ്ടാവും ദിലീപിനോട്. ഉണ്ടാകാം. അല്ലെ കാവ്യയോടുണ്ടാകാം. അപ്പോൾ ഇപ്പോൾ ഇത് ഈ വൈരാഗ്യം തീർത്താൽ പോരെ? അല്ല, എനിക്ക് അപ്പോഴും അത്ഭുതം തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പല ആളുകളും ഒരു കോടതി ഇവിടെ കൃത്യമായിട്ട് കുറ്റക്കാരനല്ല എന്ന് തെളിവില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അയാളെ വെറുതെ വിട്ടു. അറ്റ്ലീസ്റ്റ് അതിനെ ബഹുമാനിക്കട്ടെ. ഇവർക്ക് ആവശ്യമുള്ള, ഇവർക്ക് വേണ്ടപ്പെട്ട ഒരാളെയാണ് ഇതേ രീതിയിൽ കോടതി വെറുതെ വിട്ടതെങ്കിൽ ഇവർ തന്നെ ഇതേ വാദം, നമ്മളിപ്പം പറയുന്ന ഇതേ വാദം പറയും. ഏത് നേരെ തിരിച്ചു പറയും, കോടതി വെറുതെ വിട്ടല്ലോ, കോടതി വെറുതെ വിട്ടു. ഇത് എത്രയോ കേസുകളിൽ പറഞ്ഞിരിക്കുന്നു. എന്ന് പിണറായി വിജയൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കോടതി വിധി അന്തിമമാണ്, എല്ലാം നിയമത്തിൻ്റെ വഴിക്ക് പോകും. ആ വാക്ക് മറക്കരുത്. ഇപ്പോൾ നിയമം വന്ന് നിൽക്കുന്നത് ഇയാൾക്ക് അനുകൂലമായൊരു വഴിയിലാണ് വന്ന് നിൽക്കുന്നത്. നിയമത്തിന് ആ വഴി വന്ന് നിൽക്കുന്നത് ദിലീപിന് കംഫർട്ടബിളായിട്ടുള്ള വഴിയിലാണ് വന്ന് നിൽക്കുന്നത്. അപ്പോൾ നിയമത്തിൻ്റെ വഴിക്ക് പോകുന്നതിന് സ്വാഗതം ചെയ്യുന്നവർ ഈ സ്റ്റേജിൽ എന്ത് ചെയ്യണം? ദിലീപിനെ സപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ദിലീപിനെ വെറുതെ വിട്ടേക്കും. മിനിമം സപ്പോർട്ട് ചെയ്യണ്ട, പിന്തുണയ്ക്കണ്ട. ദിലീപിനെ അടൂർ പ്രകാശിനൊക്കെ ഇതിൽ അനാവശ്യമായിട്ട് ആക്ഷേപിക്കുകയല്ലേ ചെയ്യുന്നത്? ആരെ? അടൂർ പ്രകാശിനെ ആക്ഷേപിക്കുന്ന അടൂർ പ്രകാശിൻ്റെ സത്യസന്ധമായ അഭിപ്രായം പറഞ്ഞു. അതെ, അങ്ങനെ പറഞ്ഞ ഒത്തിരി പേരുണ്ട്.
ഒത്തിരി പേര് അല്ല അവനൊപ്പം നിൽക്കുന്നതിൽ എന്താ തെറ്റ്? അല്ല എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ അവനൊപ്പം നിൽക്കുന്നതിൽ എന്താ തെറ്റ്? അത് അങ്ങനെ നരേറ്റീവ് അല്ല അവനൊപ്പം അതായത് അവൾക്കൊപ്പം മാത്രം മതിയോ? അവനൊപ്പം നിൽക്കുന്ന ആൾക്കാരും വേണം. അത് അല്ലെങ്കിൽ ഭയങ്കര ബോറടിയാണ്. എല്ലാവരും നാട്ടിലുള്ള സകല ആൾക്കാരും അവനൊപ്പം മാത്രം, എല്ലാവരും അല്ല അവൾക്കൊപ്പം മാത്രം. അപ്പൊ ആരെങ്കിലൊക്കെ അവനൊപ്പം നിൽക്കണം, ആവശ്യമാണത്. അല്ല ദിലീപിനെ തല്ലാനായിട്ട് എല്ലാവരും കൂടെ വടിയെടുത്തുകൊണ്ട് ദിലീപിനെ തല്ലാൻ ശ്രമിച്ചാൽ എന്ത് സംഭവിക്കുന്നറിയോ? ഇവർ തന്നെ വടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിയടിക്കുകയുള്ളൂ, ദിലീപിനിട്ട് കൊള്ളിയല്ല. ആ വിഷയം കൂടെ മനസ്സിലാക്കിയോ? ദിലീപിനെ തല്ലാനായിട്ട് എല്ലാവരും കൂടെ അങ്ങ് ചെന്ന് കഴിഞ്ഞാൽ ഈ വടി അവർ തമ്മിൽ ആ വടി കൂട്ടിയടിക്കും, ദിലീപിൻ്റെ ദേഹത്ത് കൊള്ളിയല്ല. ഓരോരുത്തരുടെയും വടി മറ്റേ ദിലീപിൻ്റെ പ്രൊട്ടക്ഷനായിട്ട് മാറും. അതാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. ഇവിടെ ദിലീപ് പക്ഷേ തൻ്റെ അടുത്തുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഐ എം ഗോയിങ് ടു പ്രൊസീഡ് അഗൻസ്റ്റ് മഞ്ജു വാര്യർ, പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ഇവർക്കും കാത്തിരിക്കാമല്ലോ, അതിനെ ഇവർ ചില സ്വാഗതം ചെയ്യട്ടെ, ദിലീപിൻ്റെ കേസിന് സ്വാഗതം ചെയ്യട്ടെ, ഞങ്ങൾ ഫൈറ്റ് ചെയ്തോന്ന് പറയാം. നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം ഇപ്പം എന്താണ് മഞ്ജു വാര്യറുടെ ഈ രണ്ടാമത്തെ ഗർഭവുമായി ബന്ധപ്പെട്ടിട്ട് അത് അബോർട്ട് ചെയ്ത വിഷയത്തെക്കുറിച്ച് സംസാരിച്ചു. അപ്പോൾ പലരും പറഞ്ഞൊരു അഭിപ്രായം, നിങ്ങൾക്ക് നാണമില്ല ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ എന്നൊക്കെയാണ്. നാണമില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള ഒരു വാസ്തവം എന്ന് പറയുന്നത്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാണമില്ല, ഒട്ടും നാണമില്ല. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുടുംബജീവിതം തകരാൻ ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ മതി. ഒരു കുടുംബജീവിതം തകരാനായിട്ട് ഇത്തരത്തിലുള്ള പല വിഷയങ്ങളും മതി. മഞ്ജു വാര്യർ ദിലീപിൻ്റെ സമ്മതത്തോടെയല്ല, ദിലീപ് ആ കുഞ്ഞിന് വേണ്ടി വളരെയധികം ആഗ്രഹിച്ചു. ദിലീപ് പൊട്ടിക്കരഞ്ഞു, വല്ലാത്ത രീതിയിലുള്ള ട്രോമയിലേക്ക് ദിലീപ് പോയി എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അത് അന്ന് തൊട്ടാണ് ദിലീപിൻ്റെ അമ്മയ്ക്ക് പോലും മഞ്ജു വാര്യരുടെ വിരോധം തുടങ്ങിയത്. അതെന്തിനു മഞ്ജു വാര്യർ ചെയ്തു? അപ്പം അതാണോ ആ കുടുംബം തകർച്ചയിലേക്ക് നീങ്ങിയത്? അങ്ങനെ ദിലീപിൻ്റെ സമ്മതമില്ലാതെ മഞ്ജു വാര്യർ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ മഞ്ജു വാര്യർ ചെയ്തത് ശരിയാണോ? അല്ല, അതിനെ സപ്പോർട്ട് ചെയ്യാൻ ഇപ്പം അതിനെപ്പറ്റി ആരും പറയുന്നില്ലെന്ന്. അത് അവിടെ കുടുംബപരമായ കാര്യം, വ്യക്തിപരമായ കാര്യം, വ്യക്തിപരമായ സദാചാരത്തിൻ്റെ പ്രശ്നം, വ്യക്തിപരമായ കാര്യം. അത് സ്വകാര്യ കാര്യങ്ങൾ ഇടപെടേണ്ട ആവശ്യമില്ല. മറിച്ച് ആ സ്വകാര്യ കാര്യങ്ങളാണ് ഒരു കുടുംബത്തെ തകർക്കുന്ന, ഒരു ഇൻഡസ്ട്രിയെ തകർക്കുന്ന. ദിലീപിനേക്കുള്ള ഒരു നടൻ്റെ കരിയർ തന്നെ ഇല്ലാതാക്കിയതല്ലേ? എത്ര നടന്മാരുടെ പേര്, ഹോളിവുഡ് തൊട്ട് ഇങ്ങോട്ട് താഴെ പഴയ നാടക നടികൾ തൊട്ട് എത്ര പേര് നടന്മാരെയും നടികളുടെയും പേരിൽ എന്തെല്ലാം ആരോപണങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇതുപോലെ വേട്ടയാടപ്പെട്ട ആദ്യത്തെ കേസല്ലേ ഇത്? എത്ര പേരുടെ പേര് വന്നിട്ടുണ്ട്? മുകേഷിൻ്റെ പേര് വന്നിട്ടില്ലേ? വേട്ടയാടാൻ പോയിട്ടുണ്ടോ? ഇതിൽ ഭാഗ്യലക്ഷ്മിയുടെ വായി എന്നൊരു അക്ഷരം വന്നിട്ടുണ്ടോ? ഞാൻ പറയുന്നത് ദിലീപിൻ്റെ കൂടെ നിൽക്കുന്ന വിശ്വസ്തരായിട്ടുള്ള ആളുകൾ തന്നെയാണ് അദ്ദേഹത്തെ വഞ്ചിച്ചിരിക്കുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച്, മഞ്ജുവായിട്ട് ദിലീപിന് എന്താണ് പ്രശ്നം എന്നതിനെക്കുറിച്ചും ഭാവനയായിട്ട് അദ്ദേഹത്തിന് എന്താണ് പ്രശ്നം എന്നതിനെക്കുറിച്ചൊക്കെ വളരെ കൃത്യമായിട്ട് അറിയുന്ന ഒരാൾ രചിച്ച തിരക്കഥയിൽ ദിലീപിനെ പ്രതിയാക്കി. ദിലീപിൻ്റെ ദിലീപിന് എന്താ ഗുണം? വളരെ സിനിമയിൽ വന്ന് വളരെ പെട്ടെന്ന് അതിൻ്റെ സമസ്ത മേഖലകളിലും മമ്മൂട്ടി, മോഹൻലാലൊക്കെ ഉള്ള ഫീൽഡിലേക്ക്, സുരേഷ് ഗോപി, ജയറാമൊക്കെ ഉള്ള ഫീൽഡിലേക്ക് വന്ന ദിലീപ് വളരെ പെട്ടെന്ന് അവരിൽ പ്രമുഖനായി. 23 മറ്റേ സിനിമ പോലും കംപ്ലീറ്റ് നടപ്പാക്കുന്ന അയാളാണ് ദിലീപാണ് ചെയ്യുന്നത്. മോഹൻലാലിനും മമ്മൂട്ടി എല്ലാ ഒരു ഭയങ്കരമായ പ്രയാസമുള്ളൊരു ജോലി ചെയ്ത് ആ ടാസ്ക് ഏറ്റെടുക്കുക, എല്ലാവർക്കും ലാഭം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തതാണ് ദിലീപ്. അപ്പം ആ ദിലീപിൻ്റെ കഴിവിൽ പലർക്കും അസൂയ. ശരിയാണ്. ഒരാൾ വലിയ വളർച്ചയിലെത്തുമ്പം അല്ലെങ്കിൽ തന്നെക്കാട്ടിലും മികച്ചതായി ചെയ്യുന്നത് കാണുമ്പോൾ പലപ്പോഴും അസൂയ ഉണ്ടാവും. ശരിയാണ്. അതും പറയാം. മോഹൻലാൽ തന്നെ ഒരു സിനിമയിൽ പറയുന്നുണ്ട് ഇങ്ങനെ ഒരു ഉദാഹരണം. സായികുമാർ പറയുന്നുണ്ട്, ശത്രുവിനോട് വലിയ ശത്രുവാണെങ്കിൽ സൂത്രത്തിൽ റെയിൽവേ ട്രാക്കിനടുത്തൂടെ നടക്കാനായിട്ട് വിളിച്ചുകൊണ്ട് പോവുക, അറിയാതെ ഒരു തട്ട് വലത്തേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ട്രെയിൻ വരുമ്പോൾ തട്ട് കൊടുത്താൽ അവൻ ട്രാക്കിൽ പിടിച്ച് ചത്തോളും, നമ്മൾ നിരപരാധിയായിട്ട് രക്ഷപ്പെടുകയും ചെയ്യും. അങ്ങനെ ഒരു തട്ട് ദിലീപിനിട്ട് കൊടുക്കാൻ ഇവർ നോക്കി, പക്ഷേ ദിലീപ് ഏറ്റുവന്നു മാത്രം വിചാരിച്ചു. എന്തായാലും അവസാനം ഞാൻ നിർത്തുമ്പോൾ ഭാഗ്യലക്ഷ്മിയെ പോലുള്ള ആളുകളെ എന്ത് ചെയ്യണം? ഭാഗ്യലക്ഷ്മിയെ പോലുള്ള ആൾക്കാരെ ഒറ്റ കാര്യം, നമ്മളൊന്നും ശിക്ഷിക്കാനുള്ള ആൾക്കാരല്ല. അതാരും കേസിന് പോകേണ്ട. പക്ഷെ അവർ കോടതിയെ ആക്ഷേപിക്കില്ല, കോടതിയെ പുച്ഛിക്കില്ല. അത് കോടതി സ്വമേധയാ കേസെടുക്കേണ്ടതാണ്. സ്വമേധയാ കേസെടുക്കണം. കോടതിക്ക് സ്വമേധയാ കേസെടുക്കാം. പല കാരണങ്ങളുണ്ട് അതിൻ്റെ അകത്ത്, പല കേസുകളും വരും. എന്തായാലും നമ്മൾ ഈ നാട്ടിലെ കോടതിയെ ബഹുമാനിക്കുന്നു. ദിലീപിനെ കുറ്റവിമുക്തനാക്കിയതിൽ നമ്മൾ ആ നീതിക്കൊപ്പമാണ് നമ്മൾ ആ നീതിക്കൊപ്പം നിൽക്കുന്നു. ഇനി മറിച്ച് സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ പോട്ടെ അവർ പറയട്ടെ. അതുവരെ നമുക്ക് അതിൽ നിലവിൽ ദിലീപ് 9 വർഷം പരിശുദ്ധനാണ്, പരിപൂർണമായിട്ടും പരിശുദ്ധനാണ്. 9 വർഷം അതിന് ഭാഗ്യലക്ഷ്മിയുടെ സർട്ടിഫിക്കറ്റിന് വേണ്ട അത്തരം സർട്ടിഫിക്കറ്റുകളെയൊക്കെ കീറി വലിച്ച് ജനം എറിയും എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള യാഥാർത്ഥ്യം. അത് ആ രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ വരുന്നത്. ഇപ്പോൾ ആൾക്കാർ ബോൾഡായിട്ട് പറഞ്ഞു തുടങ്ങി വനിതാ കൂട്ടായ്മയ്ക്ക് കയറി. ആ ഡെവലപ്മെൻറ്റ് ഇനി മുമ്പോട്ട് പോകട്ടെ. തീർച്ചയായിട്ടും.